ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക്കൽ കൺവേർഷൻ, അതായത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആൻഡ് ഫോഴ്സ് കറന്റ് അനലോഗി. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. നോക്കിക്കോ, മിസ്സുടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഡ്രോ ദ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആൻഡ് ഫോഴ്സ് കറന്റ് അനലോഗി ഓഫ് ദ മെക്കാനിക്കൽ സിസ്റ്റം. അപ്പൊ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി, ഫോഴ്സ് കറന്റ് അനലോഗി ആണ് നമ്മൾ എഴുതാനുള്ളത്. പിക്ചർ നോക്കിക്കോ. ഫസ്റ്റ് ഒരു മാസ് കമ്പണന്റ് ഇൻപുട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ഡാഷ് ബോട്ടം സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ്? കോമൺ ആണ്. ബോത്ത് ദ മാസസിന് കോമൺ ആയിട്ടാണ് K1 B12 കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ M1ലേക്ക് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഡാഷ് ബോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ M2 എന്നൊരു മാസ് കമ്പണന്റിന് എന്തൊക്കെ വരുന്നുണ്ട്? K2 എന്നൊരു സ്പ്രിങ്, B2 എന്നൊരു ഡാഷ് ബോട്ട്, ദെൻ കോമൺ വരുന്ന കമ്പണൻസും ഉണ്ട്. അവിടെ രണ്ടിടത്തും ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് x1 x2 ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് v1 v2 ആണ്. ഇത് ഓൾറെഡി ഗിവൺ ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണോ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയത് അതുപോലെ തന്നെ രണ്ട് മാസം കൺസിഡർ ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ മാസ് കമ്പണന്റ് 1 ആൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ മാസ് കമ്പണന്റ് 2 എഴുതുക. അതിനുശേഷമാണ് ഇവിടെ കൺവേർഷൻ ഉള്ളത്. നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതുവരെ എഴുതാം. ഫസ്റ്റ് കൺസിഡർ മാസ് M1. ഫസ്റ്റ് ഇക്വേഷൻ എഴുതുവാണേ. കൺസിഡർ മാസ് M1 എന്നുള്ള കമ്പണന്റ് കൺസിഡർ ചെയ്യുക. ഞാൻ ആദ്യമേ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഏതാണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് M1 കൺസിഡർ ചെയ്തു. ഒരു ഇൻപുട്ട് സപ്ലൈ ഫോഴ്സ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ഏത് ഡിറക്ഷൻ നിങ്ങൾ വരയ്ക്കുന്നോ അതിനെ ഒപ്പോസ് ചെയ്ത് വേണം ബാക്കി ഫോഴ്സുകൾ വരയ്ക്കാൻ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് തന്ന പോലെ ഔട്ട്വേർഡ്സിലേക്ക് എഫ് ഓഫ് ടി വരച്ചു. ദെൻ എന്തൊക്കെ വരും? ഈ മാസിന്റെ തന്നെ ഓപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ദിസ് മാസ് കമ്പണന്റ് M1. ദെൻ എന്താ ഉള്ളത്? ഒരു B1 തന്നിട്ടുണ്ടല്ലേ. അപ്പൊ എഫ് B1. ദെൻ നെക്സ്റ്റ് K1 ഉണ്ട്. ദാറ്റ് ഈസ് എഫ് K1. ദെൻ എഫ് B12. എഫ് B12. ഡിസ്പ്ലേസ്മെന്റ് എന്താ? x1. Displacement x1. Applied force is equal to sum of the opposing force, that is f of t is equal to fm1 plus fb1 plus fk1 plus fb12 അല്ലേ? fb12. ഇനി fm1 എന്താ? fm1 is equal to m1 into d square x1 by dt square. ഞാൻ സെപ്പറേറ്റ് ഇക്വേഷൻ എഴുതിയില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാണ്. പ്ലസ് നിങ്ങൾക്ക് കാണാമോ? ഓക്കെ. ദെൻ B1 എന്ന് പറയുന്നത് ഓൺലി ദ മാസ് കമ്പണന്റ് M1ലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ദ ഡാഷ്ബോർഡ് കമ്പണന്റ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദാറ്റ് കമ്പണന്റ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി പറയുമ്പോൾ B1 into dx1 by dt. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് വെലോസിറ്റി. അപ്പൊ dx by dt. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? d സ്ക്വയർ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ d സ്ക്വയർ x by dt സ്ക്വയർ എന്ന് കിട്ടും. അതാണ് ഞാൻ മാസ് കമ്പണന്റ് ഇവിടെ m1 into d സ്ക്വയർ x1 by dt സ്ക്വയർ പ്ലസ് b1 into dx1 by dt. ഇതൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഓപ്പോസിംഗ് ഫോഴ്സ് എങ്ങനെ വരും എന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്ലസ് K1 എവിടെയാ കണക്ട് ചെയ്തേക്കുന്നത്? M1നും M2നും നടുക്കായിട്ടാണ്, സെന്റർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എൻഡിങ് പോയിന്റും ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഇനിഷ്യൽ M1ലും ഫൈനൽ M2ലും ഉള്ളത്. അപ്പൊ ആ രണ്ട് ഡിസ്പ്ലേസ്മെന്റും ആക്ട് ചെയ്യും. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാസ് കമ്പണന്റ് ഏതാണോ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ x1 മൈനസ് x2 ബിക്കോസ് എന്താ പറയാ? ദ ഓപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ദി സ്പ്രിംഗ് കമ്പണന്റ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ എക്സ് മാത്രം വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K എടുക്കും. അതാണ് K1 into x1 മൈനസ് x2 പ്ലസ് B12 ഉണ്ടല്ലേ? അപ്പൊ എന്താ എഴുതാം? പ്ലസ് B12 into d by dt ഓഫ് രണ്ട് വെലോസിറ്റി ചേഞ്ച്, രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് വരും വെലോസിറ്റി വരണമെങ്കിൽ. എന്തുകൊണ്ടാ? M1ലും M2ലും ആ കണക്ട് ചെയ്തിരിക്കുന്ന സെന്ററാ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? x1 മൈനസ് x2. ഓക്കെ. f of t is equal to m1 into d square x1 by dt square plus b1 into dx1 by dt
plus K1 x1 minus K1 x2 plus B12 d by dt of x1 minus B12 d by dt of x2. Okay, this is the first differential equation. Consider the mass body M2. Appa second body consider cheyana, that is consider mass M2. M2 നമ്മൾ consider ചെയ്യുക, mass M2. M2 consider ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. That is M2 is equal to applied force ഉണ്ടോ? ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? opposing ഫോഴ്സുകൾ മാത്രം. That is FM2, FK1, FK2, FB12, FB2. അല്ലെ, 4 കമ്പണൻസ് കണക്ട് ചെയ്തത് പ്ലസ് എമ്മിൽ ഉണ്ടാകുന്ന എന്താണ്? ഓപ്പോസിംഗ് ഫോഴ്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബി x2. ഇത് നേരത്തെ ഉള്ളതിന്റെയാ? x1 നേരത്തെ ഉള്ളതിന്റെ ആയിരുന്നേ. x2 ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതും? 0 അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല. 0 is equal to FM2 plus FK1 plus FK2 plus FB12 plus FB2. That is FM2 ന് corresponding എന്താ വരാ? M2 into d square, displacement x2 ആണ് സെക്കൻഡ് കേസ്. d square x2 by dt square plus K1 ഏതാണ്? കോമൺ ആണ്. കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് x2 മൈനസ് x1. ഫസ്റ്റ് ചെയ്ത് ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ആദ്യം മാസ് M1 കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതി? x1 മൈനസ് x2, ബിക്കോസ് ആ മാസ് M1ന്റെ ഡിസ്പ്ലേസ്മെന്റ് x1 ആയിരുന്നു. അപ്പൊ കൺസിഡർ ചെയ്തിരുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് മറ്റേത് ചെയ്തു. ഇവിടെ ഇപ്പോഴും നമ്മൾ സെക്കൻഡ് ബോഡി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഫസ്റ്റ്. അപ്പൊ x2 മൈനസ് x1 പ്ലസ് B12 into d by dt of x2 minus x1. Clear? x2 minus x1 plus K1 K2 ന്റെ എന്താ വരാ? K2 x2 plus B2 into d by dt of x2. d by dt of x2. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇക്വേഷൻ ആക്കി മാറ്റാം. That means 0 is equal to M2 into d square x2 by dt square plus K1 x2 minus K1 x1 plus B12 d by dt of x2 minus B12 d by dt of x1 plus K2 x2 plus B2 d by dt of x2. This is equation number 2. അപ്പൊ നമ്മുടെ തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനില് രണ്ട് മാസ് കമ്പണന്റിന്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർ ദ റൊട്ടേഷണൽ സിസ്റ്റം നമുക്ക് ഇത്രയും മതി. ഓക്കെ, റൊട്ടേഷണൽ സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട്, മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫങ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മതി. രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആക്കാനും ഫോഴ്സ് കറണ്ട് അനലോഗി ആക്കാനും എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമുക്കിവിടെ ഓൾറെഡി എല്ലാം തന്നിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ആ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാ. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുള്ളതിനെ വെലോസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എന്താ ഇപ്പൊ പറയാ? ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് വെലോസിറ്റി നമുക്കറിയാലോ. അപ്പൊ dx by dt നെ നമുക്ക് v എന്ന് എഴുതാം. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആക്കാൻ ഇന്റഗ്രൽ v എന്ന് എഴുതാം. ആൻഡ് ആക്സിലറേഷൻ d square x by dt square is ആക്സിലറേഷൻ, അതിനെ വെലോസിറ്റിയിലോട്ട് മാറ്റുമ്പോൾ dx by dt എന്ന് എഴുതാം. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ട് മാസ് കമ്പണന്റിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്തതിൽ നിന്ന് ഡയറക്റ്റ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയും വരയ്ക്കാം, ഫോഴ്സ് കറണ്ട് അനലോഗിയും വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് തന്നിട്ടുള്ള എന്തിനെ
ഡിസ്പ്ലേസ്മെന്റ്സിനെ എല്ലാം ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയിലോട്ട് മാറ്റണം. അപ്പൊ ഇത് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിന്റെ ബേസിസിൽ ആക്സിലറേഷൻ എഴുതിയേക്കാണ് d സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനെ വെലോസിറ്റിയിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഡി വി ബൈ ഡി ടി എന്ന് പറയാം. ഡി വി ബൈ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് ആക്സിലറേഷൻ അല്ലേ? അപ്പൊ d സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ സെയിം ആയല്ലോ. d സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ദെൻ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ? ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ആണോ? ദെൻ ഇനി ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉണ്ട്, വിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഉൾട്ട എടുക്കുക, ഇന്റഗ്രൽ വി ഡി ടി. ഇന്റഗ്രൽ വി ഡി ടി. ഇത് മൂന്നും നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് ഇപ്പൊ എഴുതിയെടുക്കണേ. നമ്മുടെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരുമിച്ച് കൺവേർട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഫസ്റ്റ് ഡിഫറൻഷ്യൽ എന്താ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്തായിരുന്നു? b1 into dx by dt plus k1 into x1 minus k1 x2 plus b12 into d by dt of x1 minus b12 into d by dt of x2. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ കൺവേർഷൻ കൊടുക്കാൻ പോവാ. ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ, അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് നമ്മൾ ഡി വി ബൈ ഡി ടി എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ മിസ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് ടിയുടെ കൺവേർഷൻ ഞാൻ പറഞ്ഞില്ല, അത് വോൾട്ടേജും കറണ്ടും അൺലോഗ് ചെയ്യുമ്പോൾ മാറ്റാം. ഇനിയും കൺവേർഷൻ എനിക്ക് പറയാനുണ്ട്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു ഡി വി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി പ്ലസ് ബി വൺ വി വൺ അല്ലെ, വെലോസിറ്റിയിലോട്ട് മാറ്റുമല്ലേ, പ്ലസ് കെ വൺ ഇന്റഗ്രൽ എക്സ് വൺ ആയതുകൊണ്ട് ഇന്റഗ്രൽ വി വൺ ഡി ടി മൈനസ് കെ വൺ ഇന്റഗ്രൽ വി ടു കൊടുക്കാം, വി ടു ഡി ടി പ്ലസ് ബി വൺ ടു വി വൺ മൈനസ് ബി വൺ ടു വി ടു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതുപോലെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക, അതിനെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് വെലോസിറ്റിയിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? 0 is equal to m2 into d square x2 by dt square plus k1 x2 minus k1 x1 plus b12 d by dt of x2 minus b12 d by dt of x1 plus k1 k2 x2 plus b2 d by dt of x2. ഇതായിരുന്നു സെക്കൻഡ് ഫ്രീ ബോഡി ഇക്വേഷൻ. സെക്കൻഡ് ഫ്രീ ബോഡിയുടെ അല്ലെങ്കിൽ സെക്കൻഡ് മാസ് കമ്പണന്റിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതായിരുന്നു. ഇനി ഇതിൽ നിന്ന്, അപ്പൊ ഞാനിവിടെ സെക്കൻഡിന് എഴുതാം, ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാ. ആ തേർഡും ഫോർത്തും മാത്രം മതി നമ്മൾ അനലോഗ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എം ടു ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ടു ബൈ ഡി ടി സ്ക്വയറിന് നമ്മൾ എന്ത് കൊടുക്കണം? വി കൊടുക്കണം. ദാറ്റ് ഇസ് ഡി വി ടു ബൈ ഡി ടി പ്ലസ് കെ വൺ ഇന്റഗ്രൽ വി ടു ഡി ടി മൈനസ് കെ വൺ ഇന്റഗ്രൽ വി വൺ ഡി ടി പ്ലസ് ബി വൺ ടു വി ടു മൈനസ് ബി വൺ ടു വി വൺ പ്ലസ് കെ ടു integral v2 dt plus b2 v2. Okay, this is equation number 4. ഇത്രോ നിങ്ങൾ എഴുതിയോ? ഇത്രോ എഴുതിയ മക്കളെ? നോക്കിക്കോടാ. ഇപ്പൊ മിസ് ഇവിടെ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് എഴുതാൻ പോകുന്നു, നമ്മൾ അനലോഗി കൺവേർട്ട് ചെയ്യാൻ പോകുന്നു, ഫോഴ്സ് വോൾട്ടേജ് അനലോഗി. ഓക്കെ, ഫോഴ്സ് വോൾട്ടേജ് അനലോഗി. ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആകുമ്പോൾ ഇവിടെ ഇപ്പൊ ഓൾറെഡി നമ്മൾ തന്നിട്ടുള്ളത് കൺവേർഷൻ കൊടുക്കുക കേട്ടോ, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ ദ ടേംസ് ആർ റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് എന്താണ്? വെലോസിറ്റി ആണ്. സോ നമ്മൾ വെലോസിറ്റിനെ ഇവിടെ കറണ്ട് ആക്കി എടുക്കും. ഓക്കെ, ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ വി കറസ്പോണ്ടിങ് ടു v1 കറസ്പോണ്ടിങ് ടു i1, ദാറ്റ് ഇസ് v2 കറസ്പോണ്ടിങ് ടു i2i ആണല്ലോ. ദെൻ എം ഡാഷ്പോർട്ടിന് m1 കറസ്പോണ്ട്, സിംപ്ലി പറഞ്ഞാൽ m കറസ്പോണ്ട്സ് ടു L ആണ്. അപ്പൊ m1 പറഞ്ഞാൽ L1, m2 പറഞ്ഞാൽ L2. ഓക്കെ, ആൻഡ് ഡാഷ്പോർട്ട് b1 പറഞ്ഞാൽ R1,
B2 പറഞ്ഞാല് R2, ഇവൻ ദോ അത് B12 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ന് വെച്ചാല് ഡാഷ്ബോർഡിന് കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് എടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ അപ്പൊ B12 പറയുമ്പോ R12 എന്ന് പറയുക. ദെൻ K എന്ന് പറയുന്നത് കപ്പാസിറ്റർ റെസിപ്രോക്കൽ 1/C, അങ്ങനെയാണ് K2 എന്ന് പറയുന്നത് 1/C2, K12 ആവുമ്പോ 1/C12. Then applied force ഉണ്ടായിരുന്നു അല്ലേ. Applied force F of t is equal to E of t, that means the voltage. ഇതാണ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിലെ കൺവേർഷൻ. ക്ലിയർ ആണോ? ഇതാണ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിലെ കൺവേർഷൻ. ഇനി നമ്മൾ അനലോഗി ഫോഴ്സ് വോൾട്ടേജ് അനലോഗി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഒരു പിക്ചർ പോലെ നമ്മൾ പിക്ചർ വരയ്ക്കണം ഇവിടെ. ആ പിക്ചർ വരച്ചിട്ട് അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയാൽ മതി. അവിടെ നമ്മൾ മെഷ് അനാലിസിസ് ഉപയോഗിച്ചിട്ട് കറണ്ട് എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യും എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഇല്ലേ, ഈ ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം, ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റുള്ളൂ. രണ്ടും വേണം, രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ആദ്യം തന്നെ നമുക്ക് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ ഫസ്റ്റ് ഇക്വേഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇൻപുട്ട് എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. കണ്ടോ? ഇൻപുട്ട് എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്. ആ എഫ് ഓഫ് ടി നമുക്ക് എന്താണെന്ന് പറയാം? ഇ ഓഫ് ടി ആണെന്ന് പറയാം. അപ്പൊ ഞാൻ ഫോഴ്സ് വോൾട്ടേജ് എഴുതാം. ഫോഴ്സ് വോൾട്ടേജ് പിക്ചർ വരയ്ക്കാൻ പോവാണേ. ജസ്റ്റ് ഞാൻ ആദ്യം എന്ത് വരച്ചു? ഇ ഓഫ് ടി എന്നുള്ള വോൾട്ടേജ്, പ്ലസ് മൈനസോ സിമ്പലോ കൊടുക്കാം. ഇ ഓഫ് ടി എന്നുള്ള വോൾട്ടേജ് വരച്ചു. അതിൽ നിന്ന് എന്താ വന്നത്? M1 വന്നിട്ടുണ്ട് അല്ലെ. എമ്മിന് കറസ്പോണ്ടിങ് എന്ത് കൊടുക്കണം? L കൊടുക്കണം. ദാറ്റ് മീൻസ് L1 കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്താ വന്നിട്ടുള്ളേ? B1 വന്നിട്ടുണ്ട് ആണല്ലോ. B1 V1 വന്നിട്ടുണ്ട്. B1 എന്ന് പറയുമ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് നമ്മൾ എന്ത് കൊടുക്കണം? റെസിസ്റ്റൻസ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോ ശ്രദ്ധിക്കണേ. K1 ഇന്റഗ്രൽ V1 dt മൈനസ് K1 ഇന്റഗ്രൽ V2 dt. ഈ K1ഉം V1ഉം നമ്മുടെ കോമൺ കമ്പണൻസ് ആയിരുന്നു. ഫിഗറിനകത്ത് M1നും M2നും കറസ്പോണ്ടിങ് കൊടുത്തിരുന്ന കോമൺ കമ്പണൻസ് ആയിരുന്നു. അപ്പൊ ഈ രണ്ട് സാധനം നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ, അതായത് അടുത്ത മാസ് കമ്പണന്റിന്റെ ഇക്വേഷനിലും ഉറപ്പായിട്ടും ഉണ്ടാവും. കോമൺ നമ്മൾ എഴുതുമല്ലോ. അപ്പൊ ആ ഇക്വേഷൻസ് കൂടെ കമ്പയർ ചെയ്യാം. കോമൺ വരുന്നത് ഇവിടെ നമ്മൾ കോമൺ തന്നെ കണക്ട് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാല് ലൂപ്പിലെ കോമൺ ആക്കി കണക്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ലൂപ്പിനും സെക്കൻഡ് ലൂപ്പിനും കറസ്പോണ്ടിങ് കോമൺ വരുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഫിഗർ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് എന്താ K1ന് കറസ്പോണ്ടിങ് എന്ത് കൊടുക്കണം? 1/C1 കൊടുക്കണം. അതായത് C1 K1ൻ്റെത് ആണല്ലോ. അപ്പൊ ഇപ്പൊ V1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ലൂപ്പിലും വന്നു, V2ന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ലൂപ്പിലും വരും. ഇനി എന്താ ഉള്ളത്? B12ന് നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? R12. ഫസ്റ്റ് ലൂപ്പ് കംപ്ലീറ്റ്സ്. R12 1/C1, ഇത് R1. ഫസ്റ്റ് ലൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ കമ്പണൻസ്, അതായത് എഫ് ഓഫ് ടി, എഫ് ഓഫ് ടിക്ക് ഇ ഓഫ് ടി വരച്ചു, M1ന് നമ്മൾ L1 വരച്ചു, B1ന് R1 വരച്ചു, K1 കോമൺ വരുന്നതിന് 1/C1 വരച്ചു, B12 വരുന്നതിന് R12 വരച്ചു. ക്ലിയർ അല്ലേ? R12 വരച്ചു. ഇനി നമുക്ക് അടുത്ത ലൂപ്പിൽ എന്തൊക്കെ വരും നോക്കാം. ഇത് സൂക്ഷിച്ച് വരയ്ക്കണം എന്ന് പറഞ്ഞത് ഇതേ സാധനം കോമൺ ഇവിടെ ഉണ്ട്, അതിനി നമ്മൾ വരയ്ക്കണ്ട. അത് ഓൾറെഡി കോമൺ ആയതുകൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? 0 ആണ്. ഇൻപുട്ട് സപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല, സോ 0 ആണ്. ദെൻ M2ന് കറസ്പോണ്ടിങ് എന്ത് വരയ്ക്കണം എന്നാ പറഞ്ഞേ? ഇൻഡക്ടർ. L2. ദെൻ എന്താ ഉള്ളേ? K1 V1. അത് ഓൾറെഡി നമ്മൾ വരച്ചല്ലോ. K1 V1, ഇവിടെ K1 V1ഉം K1 V2ഉം സെയിം അല്ലേ? അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി B12 V2 മൈനസ് B12 V1, അത് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലോ, വരച്ചു. പിന്നെ ഇനി എന്ത് നോക്കിയാൽ മതി? K2 B2 സെക്കൻഡ് ലൂപ്പിൽ മാത്രം വരുന്ന, അതായത് K2 V2 B2 V2 സെക്കൻഡ് ലൂപ്പിൽ മാത്രം വരുന്ന കമ്പണൻസ്. Kക്ക് കറസ്പോണ്ടിങ് എന്ത് വരയ്ക്കണം? കപ്പാസിറ്റർ വരയ്ക്കണം. കപ്പാസിറ്റർ. ദെൻ ബിക്ക് കറസ്പോണ്ടിങ് റെസിസ്റ്റർ. അല്ലെ? റെസിസ്റ്റർ. ഇനി കറണ്ട് എന്താ? വിക്ക് കറസ്പോണ്ടിങ് I കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ലൂപ്പിലെ കറണ്ട് I1, സെക്കൻഡ് ലൂപ്പിലെ കറണ്ട് I2. ഇൻപുട്ട് ഇ ഓഫ് ടി. ഓക്കെ ആണ്?
ഇൻപുട്ട് ഇ ഓഫ് ടി. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു L1 കൂടി ഇൻഡക്ടറിൽ കൂടിയുള്ള ഇത് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് നിങ്ങൾ ഇലക്ട്രിക്കൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. കറണ്ട് I1 ആണ്, ഇൻഡക്ടറി L ആണ്. അപ്പൊ ഇൻഡക്ടറിൽ കൂടെയുള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. പഠിച്ചിട്ടില്ലേ? V ഈസ് ഈക്വൽ ടു L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ് ഇൻഡക്ടറിൽ കൂടെയുള്ള വോൾട്ടേജ്. കപ്പാസിറ്റർ ആകുമ്പോൾ 1/c ഇന്റഗ്രൽ ഐ ഡി ടി ആണ്. ആൻഡ് ഞാൻ വേണമെങ്കിൽ എഴുതിയിടാം, വി ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആൻഡ് വി സി ഇസ് ഈക്വൽ ടു 1/c ഇന്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, 1/c ഇന്റഗ്രൽ ഐ ഡി ടി. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇക്വേഷൻസ് നോക്കിക്കോ. L1 കൂടെ ഇൻഡക്ടറിൽ കൂടെ ഉള്ള വോൾട്ടേജ് L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, ദാറ്റ് ഇസ് L1 ഇൻറ്റു ഡി I1 ബൈ ഡി ടി പ്ലസ് R1 I1. ഇനി എന്താ? കോമൺ അല്ലേ? പ്ലസ് 1/c ഇന്റഗ്രൽ I1 വരും I2 വരും, I1 മൈനസ് I2 ഡി ടി, I1 മൈനസ് I2 ഡി ടി എന്താ ഉള്ളേ? പ്ലസ് R12 I1 മൈനസ് I2, I1 മൈനസ് I2. ഇതൊരു ഇക്വേഷൻ ആക്കി എഴുതിട്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ലൂപ്പിലെ ഇക്വേഷൻ എഴുതി. ഇനി നമ്മുടെ സെക്കൻഡ് ലൂപ്പ് നോക്കിക്കോ. സെക്കൻഡ് ലൂപ്പില് സപ്ലൈ വോൾട്ടേജ് ഇല്ല, ദാറ്റ് മീൻസ് 0. ഇൻപുട്ട് ഉണ്ടായിരുന്നില്ല സെക്കൻഡ് മാസ് കമ്പണന്റില്, ദാറ്റ് ഇസ് 0. 0 is equal to L2 വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ L2 into di2 by dt, L into di by dt. ഇവിടെ കറണ്ട് 2 ആയതുകൊണ്ട് L2 into di2 by dt പ്ലസ് കപ്പാസിറ്റൻസ്, സെക്കൻഡിന്റെ കപ്പാസിറ്റൻസ് എന്തായിരുന്നു? C2 പ്ലസ് 1/C2 ഇന്റഗ്രൽ I2 dt പ്ലസ് R2 I2 പ്ലസ് ഒരു ലൂപ്പ് മൊത്തം സർക്കുലേറ്റ് ചെയ്തിടാം. ഇനി ഇത് കോമൺ വരുന്നത് കമ്പയർ ചെയ്ത് ഇപ്പുറത്തേക്കും ഫസ്റ്റ് സെക്കൻഡ് മൈനസ് ഫസ്റ്റിലേക്ക് എഴുതുക. പ്ലസ് R12 ഇൻറ്റു I2 മൈനസ് I1. അത് നിങ്ങളുടെ ഈ ഇക്വേഷൻ നോക്കിയാലും എഴുതാൻ പറ്റും. I2 മൈനസ് I1 പ്ലസ് 1/C1 ഇന്റഗ്രൽ I2 മൈനസ് I1. ഇവിടെ ഡി ടി. ഈ ഇക്വേഷനിൽ ഉണ്ടായിരുന്ന ചേഞ്ച് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ ഫസ്റ്റ് കറണ്ട് മൈനസ് സെക്കൻഡ് ലൂപ്പ് കറണ്ട് ആയിരുന്നു. സെക്കൻഡ് ലൂപ്പ് എഴുതുമ്പോൾ സെക്കൻഡ് ലൂപ്പ് കറണ്ട് മൈനസ് ഫസ്റ്റ് ലൂപ്പ് കറണ്ട് ആയിട്ടാണ് എഴുതാനുള്ളത്. ഇനി ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക, രണ്ട് കറണ്ടും ഈ സർക്യൂട്ടിൽ രണ്ട് കറണ്ടും ഞാൻ എങ്ങനെ കൊടുത്തിരുന്നത്? ക്ലോക്ക് വൈസ് ഡിറക്ഷനാണ് കൊടുത്തിരുന്നത്. രണ്ട് കറണ്ട്സും ക്ലോക്ക് വൈസ് ഡിറക്ഷനാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് കോമൺ വരുന്ന കമ്പണന്റിൽ ത്രൂ I1/C1 ആൻഡ് 1/I2 1/R2 കറണ്ട് I1 ഡൗൺവേർഡ്സ് ആണ്. പക്ഷെ ഈ കമ്പണന്റിൽ I2 അപ്വേർഡ്സ് ആണ് അല്ലേ? ഈ കമ്പണന്റ് ത്രൂ ദിസ് കമ്പണൻസ് I2 അപ്വേർഡ്സ്, I1 ഡൗൺവേർഡ്സ് ആണ്. കൺസിഡറിങ് എവിടെ? I1 കൺസിഡർ ചെയ്യുമ്പോൾ, ലൂപ്പ് 1 കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് I1 മൈനസ് I2 എന്ന് എഴുതാം. ഇപ്പൊ ഇനി I2 കൺസിഡർ ചെയ്യുമ്പോഴും I2 അപ്വേർഡ്സും I1 ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് I2 മൈനസ് I1 എന്ന് നമ്മൾ എഴുതി. ഈവൻ സർക്യൂട്ടിലെ കറണ്ട് രണ്ട് കറണ്ടും സെയിം കോമൺ റെസിസ്റ്ററിൽ സെയിം ഡിറക്ഷൻ വന്നാൽ, അതായത് ഇപ്പൊ ഞാൻ പറയാം എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. I2 എന്ന കറണ്ടിനെ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷന്റെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പണന്റ് എടുക്കുമ്പോൾ 1/C ഇന്റഗ്രൽ I1 മൈനസ് I2 എന്ന് പറഞ്ഞത് I2 I1ന്റെ സെയിം ഡിറക്ഷനിലേക്ക് കറണ്ട് പോയാൽ അത് മൈനസ് അല്ല, രണ്ട് കറണ്ട് കൂടി എന്താ ഒരേ ഡിറക്ഷൻ അല്ലേ, കറണ്ട് ആഡ് ചെയ്യാം. പാരലൽ കറണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും? പാരലൽ ആയിട്ട് കറണ്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് അപ്പ് ടുഗെദർ എന്ന് പറയും. അത് തന്നെയാ ഇവിടെയും I1ഉം I2ഉം താഴേക്ക് സെയിം ഡിറക്ഷൻ, അത് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്. രണ്ട് കറണ്ടും അപ്വേർഡ്സ് ആണെങ്കിൽ രണ്ട് കറണ്ടും കൂടി I1 പ്ലസ് I2 ചെയ്യാം. ആൻഡ് രണ്ടും ഡൗൺവേർഡ്സ് ആണെങ്കിൽ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഇത് ഈ കേസിൽ എന്തായിരുന്നു? രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരുന്നു. എപ്പോഴും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആക്കി ഇട്ടാൽ മതി കേട്ടോ, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ. അപ്പൊ ഞാനിപ്പോ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ ഫോഴ്സ് കറണ്ട് അനലോഗി ചെയ്യുമ്പോഴത്തേനും കറണ്ട് എഫ് ഓഫ് ടി അല്ല, സപ്ലൈ ഇൻപുട്ട് ഫോഴ്സ് തന്നിട്ടുള്ളതിന് എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ഫോഴ്സ് കറണ്ട് അനലോഗിയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് കറണ്ട് അനലോഗി നമ്മൾ പറയുമ്പോൾ എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് ഐ ഓഫ് ടി ആണ്. ഓക്കെ, കറണ്ട് അനലോഗി അല്ലേ, അതുകൊണ്ട് എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് നമ്മൾ കൊടുക്കാനുള്ളത് ഐ ഓഫ് ടി. ക്ലിയർ?
എഫ് ഓഫ് ടി ഐ ഓഫ് ടി കൊടുത്തു. ദെൻ മാസ് കമ്പണന്റിന് കറസ്പോണ്ടിങ് കപ്പാസിറ്റൻസ് കൊടുക്കുക. ദെൻ ബിക്ക് കറസ്പോണ്ടിങ് അവിടെ ഉള്ളതുപോലെ തന്നെ ബിക്ക് കറസ്പോണ്ടിങ് ആർ ആണ്, പക്ഷെ ഇവിടെ റെസിപ്രോക്കൽ ഓഫ് ആർ 1/r. ദെൻ കെക്ക് കറസ്പോണ്ടിങ് 1/l, കെക്ക് കറസ്പോണ്ടിങ് 1/l. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ M1 C1, M2 C2, B12 1/r12 ആൻഡ് B2 1/r2, കെക്ക് K1 1/l1, K2 1/l2. ഇവിടെ വെലോസിറ്റി V1 കറസ്പോണ്ടിങ് വോൾട്ടേജ് V1 രണ്ടും തിരിയരുത്. ഫസ്റ്റ് നമ്മൾ വെലോസിറ്റിയിലെ ഇക്വേഷൻ എഴുതിയേക്കണം, വോൾട്ടേജിലല്ല. അപ്പം ആ വെലോസിറ്റിനെ കറസ്പോണ്ട് ചെയ്യുന്നത് V1 വോൾട്ടേജിലേക്കും, V2 കറസ്പോണ്ട് ചെയ്യുന്നത് വോൾട്ടേജ് V2ലേക്കും. ഇനി ഫോഴ്സ് കറണ്ട് അനലോഗിയാ വരയ്ക്കുന്നത്. എപ്പോഴും കറണ്ട് അനലോഗി നമ്മൾ വരയ്ക്കുമ്പോൾ കറണ്ടിന് പാരലൽ ആയിട്ട് വേണം കമ്പണൻസ് കണക്ട് ചെയ്യാൻ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ കൺട്രോൾസ്റ്റ് എന്തായാലും തേർഡ് ഇയറിൽ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിലെ പേപ്പർ ആയിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും. നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോഴ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന മെത്തേഡ് അവിടെ നമ്മൾ പറയുന്നുണ്ട് വോൾട്ടേജിന് സീരീസ് ആയിട്ട് മാത്രമേ എപ്പോഴും റെസിസ്റ്റർ അല്ലെങ്കിൽ ബാക്കി കമ്പണൻസ് പാസീവ് കമ്പണൻസ് നമ്മൾ കണക്ട് ചെയ്യത്തുള്ളൂ, റൈറ്റ്? വോൾട്ടേജിന് സീരീസ് ആയിട്ടാണ് നമ്മൾ പാസീവ് കമ്പണൻസ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താന്ന് വെച്ചാൽ കറണ്ട് അനലോഗിയാണ്. ഇൻ ദ കേസ് ഓഫ് കറണ്ട് സോഴ്സ് all the components are connected in parallel with the source. കാരണം എല്ലാ കമ്പണൻസും നമ്മൾ കറണ്ടിന് പാരലൽ ആയിട്ടാണ് പാസീവ് കമ്പണൻസ് എല്ലാം കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ all the components are connected in series with the voltage source. അപ്പൊ ഇനി നമ്മൾ ഇവിടെ പറയുമ്പോഴത്തേന് എന്ത് സൂക്ഷിക്കണം? എല്ലാ കമ്പണൻസും നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് കറണ്ട് ഡിവിഷൻ പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, ഫിഗർ വരച്ചു തുടങ്ങാം. രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കമ്പയർ ചെയ്ത് തന്നെ വേണം ഇവിടെ എന്ത് നമ്മൾ ഫിഗർ വരയ്ക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കോമൺ വരുന്നത് കോമൺ വരയ്ക്കുക, ബാക്കി അല്ലാത്തത് നമ്മൾ ആ കമ്പണന്റിന് മാത്രമായിട്ട് വരയ്ക്കുക, സീരീസ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ പാരലൽ ആയിട്ട് വരയ്ക്കുക. അപ്പൊ എങ്ങനെ വരയ്ക്കും എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് എന്ത് വരയ്ക്കണം എന്ന് പറഞ്ഞു? ഐ ഓഫ് ടി വരയ്ക്കണം. ദാറ്റ് മീൻസ് കറന്റ് സോഴ്സ് ലൈക്ക് ഇതിങ്ങനെ. ഓക്കെ, ഇങ്ങനെ കറണ്ട് സോഴ്സ് വരച്ചു. ഐ ഓഫ് ടി ഫസ്റ്റ് ഇൻപുട്ട് കറണ്ട് എഫ് ഓഫ് ടി ഉണ്ടായിരുന്നതിന് നമ്മൾ ഐ ഓഫ് ടി എന്ന് വരച്ചു. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് M1 × dV1/dt. എമ്മിന് എന്ത് വരയ്ക്കണം എന്നാ പറഞ്ഞിട്ടുള്ളേ? കപ്പാസിറ്റർ വരയ്ക്കണം. ദാറ്റ് മീൻസ് ഒരു കപ്പാസിറ്റൻസ് വരച്ചു. ഓക്കെ, ഒരു C1 വരച്ചു. ഇനി എന്താ ഉള്ളത്? B1 കറസ്പോണ്ടിങ് 1/R1, R1 വരച്ചു. ഇനി എന്താണ് ആ കമ്പണൻസിൽ ഉള്ളത് നോക്കൂ. K1 × V1 - V2, B12 V1 - V2. That means the common components. Common components ഇങ്ങനെ വരച്ചാൽ മതി, സിമ്പിളാ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് അതിനെ പാരലൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ അത് കോമൺ ആയിക്കോളും. കെക്ക് കറസ്പോണ്ടിങ് 1/l വരയ്ക്കണം. L തന്നെയാ വരയ്ക്കുക, റെപ്രസെന്റ് ചെയ്യുന്ന 1/l. ആൻഡ് ബിക്ക് കറസ്പോണ്ടിങ് R വരയ്ക്കണം. ഓക്കെ, R വരയ്ക്കണം. (1/r) എന്ന് വരച്ചു. ദെൻ ഇതിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത കേസ് വരയ്ക്കാം. ഇൻപുട്ട് ഉണ്ടോ സെക്കൻഡ് ഇക്വേഷനില്? ഇൻപുട്ട് ഇല്ല, സോ നമുക്ക് 0 ആണ്. പിന്നെ നമ്മൾ എന്ത് വരച്ചാൽ മതി? കറണ്ട് വരയ്ക്കേണ്ട. ബാക്കി കമ്പണന്റ് M2 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു C2. ദെൻ എന്താ വരിക? K1 B12 കോമൺ, K2 B2 വരച്ചാൽ മതി. കെക്ക് കറസ്പോണ്ടിങ് ഒരു ഇൻഡക്ടർ വരയ്ക്കുക, ബിക്ക് കറസ്പോണ്ടിങ് ഒരു റെസിസ്റ്റർ വരയ്ക്കുക. 1/R2, 1/L2, C2. ഇത് 1/R12 കോമൺ അല്ലേ, ഇതിന് 1/L1. ക്ലിയർ ആണോ? ഞാൻ വരച്ചത് നോക്കിയോ. ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ഉള്ള V1 V2, അതായത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വെലോസിറ്റിയിലോട്ട് മാറ്റി ആ വെലോസിറ്റിനെ വോൾട്ടേജ് കണക്ട് ചെയ്യണ്ടേ? എങ്ങനെ? ലൂപ്പ് ആക്കി. ദാറ്റ് ഈസ് ഇവിടെ V1 രണ്ട് ലൂപ്പും കോമണിന്റെ അടുത്ത് നിൽക്കുന്നതിൽ കണക്ട് ചെയ്താൽ മതി. V1 V2. ഇനി ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം?
കറണ്ട് ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഫോമിൽ, അതായത് നോഡൽ അനാലിസിസിൽ എഴുതണം. അപ്പൊ നിങ്ങൾ ഇത്രയൊന്ന് എഴുതിയെടുക്കുക, ഞാൻ ഇക്വേഷൻ എഴുതാൻ പഠിപ്പിക്കും. നമ്മൾ എന്താ പറഞ്ഞത്, സപ്ലൈ കറണ്ട് ആയതുകൊണ്ട് കറണ്ട് സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. അപ്പൊ കറണ്ട് സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ, കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ആൻഡ് ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ നമുക്ക് അറിയണം അല്ലെ. ആ ഇക്വേഷൻസ് ഞാനിപ്പോ സൈഡിൽ എഴുതിയിടാം, എന്നിട്ട് നിങ്ങൾ അത് നോക്കി ഇവിടെ ടേംസുമായിട്ട് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. Basically, I is equal to V by R from Ohm's law. And IR, അപ്പൊ എന്ത് പറയാം, V by R, simply V by R. IC is equal to C into dV by dt, and IL, current through the inductor, is 1 by L into integral V dt. Okay, integral V dt. കാണാമോ? ഇന്റഗ്രൽ വി ഡി ടി ഒന്നുമില്ല, നിങ്ങൾ ഞാൻ നേരത്തെ ഉള്ള ഇക്വേഷൻ മായ്ച്ചു കളഞ്ഞു. കമ്പയർ ചെയ്ത ഇപ്പൊ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, അവിടെ എന്താ വി ഇസ് ഈക്വൽ ടു ഐ ആർ സിമ്പിൾ ആയിട്ട് എടുക്കുക. റെസിസ്റ്ററിന്റെ കാര്യം കപ്പാസിറ്ററും ഇൻഡക്ടറും പറയുമ്പോൾ അവിടെ പറയുന്നതിന്റെ ഉൾട്ടയാ ഇവിടെ പറയുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ഇൻഡക്ടറിലെ വോൾട്ടേജ് വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഞാൻ ഒരെണ്ണം കാണിക്കാം. വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നല്ലേ മക്കളെ പറഞ്ഞത്? ആണല്ലോ, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇവിടെ നമ്മള് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്താ, കറണ്ടിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു. ആണോ? കറണ്ടിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഡി ബൈ ഡി ടി റെപ്രസെന്റ്സ് ദ ഡെറിവേറ്റീവ്. കറണ്ടിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു. അപ്പൊ നമ്മളെ ഇനി അത് വോൾട്ടേജ് ഇക്വേഷനാ. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, വോൾട്ടേജിന്റെ ഇന്റഗ്രൽ. ഇവിടെ കറണ്ടിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞെങ്കിൽ ഇവിടെ വോൾട്ടേജിന്റെ ഇന്റഗ്രൽ, ഡെറിവേറ്റീവ് എടുത്തെടുത്ത് ഇന്റഗ്രൽ എടുക്കണം അല്ലെ. അപ്പൊ ഇന്റഗ്രൽ വി ഡി ടി എല്ല് പറഞ്ഞിടത്ത് 1 by L കൊടുക്കണം. ആ സെയിം തന്നെയാണ് ഇവിടെ. ഇവിടെ നമ്മൾ വോൾട്ടേജിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു. അപ്പൊ വോൾട്ടേജ് ഇക്വേഷൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, വോൾട്ടേജിന്റെ ഇന്റഗ്രൽ പറയണം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്ക്, എന്നിട്ട് അത് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. 10 മാർക്കും സ്കോർ ചെയ്യാവുന്ന പോർഷൻസ് ആണിത്. അപ്പൊ നമുക്ക് നോക്കാം. ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 അല്ലേ, ഒരു വോൾട്ടേജ്, ദാറ്റ് ഈസ് C1 ഇൻറ്റു ഡി വി 1 ബൈ ഡി ടി. കപ്പാസിറ്റർ ഈക്വൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെ എഴുതും, പ്ലസ് R1. എങ്ങനെ എഴുതുക, V1 by R1. R1. ഇനി കോമൺ ഉള്ളത് എഴുതാൻ പോവാ, ദാറ്റ് ഈസ് 1 by L1 ഇന്റഗ്രൽ ഫസ്റ്റ് ലൂപ്പ് എഴുതുമ്പോൾ I1 മൈനസ് I2 ഡി ടി. സോറി, V1 മൈനസ് V2 ഡി ടി. സോറി, കറണ്ട് അല്ലേ എഴുതുന്നത്, V1 മൈനസ് V2 ഡി ടി. മാറിപ്പോയി, തിരിഞ്ഞുപോയി. V1 മൈനസ് V2 ഡി ടി പ്ലസ് ഇനി എന്താ ഉള്ളത്, ആറിൽ കൂടി ഉള്ളത്. ആറിൽ കൂടി ആകുമ്പോ 1 by R12 V1 മൈനസ് V2. ഓക്കെ ആണോ? V1 മൈനസ് V2. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ കറസ്പോണ്ട് ചെയ്ത് ഞാൻ ഫിഗർ നോക്കി എഴുതി, ഇത് നോക്കില്ല. ദെൻ ഇവിടെ എഴുതുമ്പോ സെക്കൻഡ് ലൂപ്പ് എഴുതുമ്പോ 0 ഇൻപുട്ട് ഇല്ല. ദെൻ C2 ന് കറസ്പോണ്ടിങ് C2 ഇൻറ്റു ഡി V2 ബൈ ഡി ടി, C2 ഇൻറ്റു ഡി V2 ബൈ ഡി ടി പ്ലസ് 1 by L2 ഇൻറ്റു ഇന്റഗ്രൽ V2 ഡി ടി പ്ലസ് 1 by R2 ഇൻറ്റു V2 പ്ലസ് ഇനി കോമൺ, ഇവിടെ നിങ്ങോട് കോമൺ ഉണ്ടല്ലോ, കോമൺ എടുക്കാതിരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് 1 by L1 ഇൻറ്റു ഇന്റഗ്രൽ V2 മൈനസ് V1, കറക്റ്റ്, V2 മൈനസ് V1 ഡി ടി പ്ലസ് 1 by R12 ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ ആണോ? ഇതാണ് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിന്റെ ഫോഴ്സ് കറണ്ട് അനലോഗി, ഇലക്ട്രിക്കൽ കൺവേർഷൻ, ഫോഴ്സ് കറണ്ട് അനലോഗി ആൻഡ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി. അപ്പൊ ഇന്ന് മിസ് ചെയ്തത് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക്കൽ കൺവേർഷൻ ആണ്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.